യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 22-ാം വചനം. യോഹന്നാൻ 3:22. സ്നാപകന്റെ ദൗത്യം. ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂദയാ ദേശത്തേക്ക് പോയി. അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. യൂദാ ദേശത്തേക്ക് പോയി. യൂദയ എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം കൺഫഷൻ എന്നാണ്. അപ്പോ ഈശോ സന്ദർശിക്കുന്നത് പാപം ഏറ്റുപറയുന്നവരോടും അതുപോലെ തന്നെ ദൈവത്തെ സ്തുതിക്കുന്നവരുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു ഈശോയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നമുക്ക് സങ്കീർത്തനം 114-ലെ 2-ാം വചനം വായിക്കാം. സങ്കീർത്തനം 114:2. യൂദ അവിടുത്തെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവിടുത്തെ സാമ്രാജ്യവുമായി. യൂദ അവിടുത്തെ വിശുദ്ധ മന്ദിരം. നമ്മൾ ഓരോരുത്തരും ഒരു വിശുദ്ധ മന്ദിരമാകാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പൊ അതിന് നമുക്ക് സ്നാനം ലഭിക്കും. അപ്പൊ ഈ സ്നാനം, ഇവിടെ പറയുന്ന സ്നാനം പാപത്തിൽ നിന്നുള്ള പൂർണ്ണമായ മോചനമാണ്. പാപത്തിൽ നിന്ന് പൂർണ്ണമായ മോചനവും പാപമില്ലാത്ത ജീവിതവും ഈശോയുടെ സാന്നിധ്യത്തിൽ മാത്രം നടക്കുന്നതാണ്. ഈശോ എടുക്കുന്നതാണ്. യോഹന്നാൻ 1:29. യോഹന്നാൻ 1:29. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ ഈശോയുടെ അടുത്തേക്ക് വരുന്നത് അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നതിലാണ്. സുഭാഷിതം 28:13. സുഭാഷിതം 28:13. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. ലേവ്യർ 5:5. ലേവ്യർ 5:5. ഇവയിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരുവൻ കുറ്റക്കാരനാണെങ്കിൽ അവൻ തന്റെ പാപം ഏറ്റുപറയണം. ലേവ്യർ 26:40. അവർ എന്നോട് കാണിച്ച അവിശ്വസ്തതയും എനിക്കെതിരായി പ്രവർത്തിച്ച തിന്മകളും ഏറ്റുപറയട്ടെ. എനിക്കെതിരായി ചരിച്ചതിനാൽ ഞാനും അവർക്കെതിരായി ചരിക്കുകയും അവരെ ശത്രുക്കളുടെ ദേശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. തങ്ങളുടെ അപരിച്ഛേദിതമായ ഹൃദയം വിനീതമാക്കി പ്രായശ്ചിത്തം അനുഷ്ഠിച്ചാൽ. സങ്കീർത്തനം 32:5. സങ്കീർത്തനം 32:5. എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എന്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. എന്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. 1 യോഹന്നാൻ 1:8-9. 1 യോഹന്നാൻ 1:8-9. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. യാക്കോബ് 5:16. യാക്കോബ് 5:16. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഈ പാപം ഏറ്റുപറഞ്ഞില്ലെങ്കിൽ പാപത്തിൽ മരിക്കും. യോഹന്നാൻ 8:21. യോഹന്നാൻ 8:21. യഹൂദർക്ക് മുന്നറിയിപ്പ്. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. എന്നാൽ ഈശോ ആരും പാപത്തിൽ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എസെക്കിയേൽ 18:23. എസെക്കിയേൽ 18:23. ദൈവമായ കർത്താവ് ചോദിക്കുന്നു, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ? അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുകയും ജീവിക്കുകയും ചെയ്യണമെന്നല്ലേ എന്റെ ആഗ്രഹം. എസെക്കിയേൽ 18:32. എസെക്കിയേൽ 18:32. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവേൻ. എസെക്കിയേൽ 33:11. എസെക്കിയേൽ 33:11.
അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. പിന്തിരിയുവിൻ, തിന്മയിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുവിൻ. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനു മരിക്കണം? 1 തിമോത്തി 2:4. 1 തിമോത്തി 2:4. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് എത്രയും കഠിനമായിട്ടും പൂർണ്ണമായിട്ടും ത്യജിച്ച് ജീവിക്കുന്നവരുടെ അടുത്ത് പോലും വന്ന് ഈശോ മുട്ടുന്നത്. വെളിപാട് 3:20. വെളിപാട് 3:20. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:23. ഇങ്ങനെ ഏറ്റു പറഞ്ഞ് ദൈവ ഐക്യത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകളാണ് നമ്മൾ കാണുന്നത്. യോഹന്നാൻ 14:23. യോഹന്നാൻ 14:23. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്തു വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. 2 കൊരിന്തോസ് 6:16. 2 കൊരിന്തോസ് 6:16. ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്തു പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എന്റെ ജനവുമായിരിക്കും. 1 യോഹന്നാൻ 3:24. 1 യോഹന്നാൻ 3:24. അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു, അവൻ കൽപ്പനകൾ പാലിക്കുന്നവനിലും. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുന്നെന്ന് നാം അറിയുകയും ചെയ്യുന്നു. 1 യോഹന്നാൻ 2:24. 1 യോഹന്നാൻ 2:24. 1 യോഹന്നാൻ 2:20. ആരംഭം മുതൽ നിങ്ങൾ ശ്രവിച്ചത് നിങ്ങളിൽ നിലനിൽക്കട്ടെ. അത് നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും നിലനിൽക്കും. ഇങ്ങനെയാണ് നമ്മൾ വിശുദ്ധ മന്ദിരമാകുന്നത്. ആ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് എപ്പോഴും ആത്മാവിലുള്ള പ്രാർത്ഥനയുണ്ടാവും. എഫേസൂസ് 6:18. എഫേസസ് 6:18. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. യോഹന്നാൻ 4:23-24. യോഹന്നാൻ 4:23-24. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഇങ്ങനെ ആരാധിക്കുന്ന വിശുദ്ധ മന്ദിരമായി നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ വെളിപാട് 4:8 നമ്മുടെ നിരന്തരമായ ഒരു ജീവിത ശൈലിയായിട്ട് മാറും. വെളിപാട് 4:8. ഈ 4 ജീവികൾക്കും 6 ചിറകുകൾ വീതം, ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ. അവ കണ്ണുകൾ രാപ്പകൽ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. Praise the Lord. Praise the Lord. Praise the Lord.